പാലക്കാട് CGHS വെൽനസ് കേന്ദ്രം ആരംഭിക്കണമെന്ന് CRPF പെൻഷനേഴ്സ് ഫോറം. പാലക്കാട് നടന്ന യോഗം കെ സുധാകരൻ ഉദ്ഘാടനം ചെയ്തു. നമുക്കിപ്പോഴുള്ള എല്ലാ താലൂക്ക് ബേസിലും പാലക്കാട് ജില്ലയിലെ മിക്കവാറും എല്ലാ താലൂക്കുകൾ കേന്ദ്രങ്ങളിലും കേന്ദ്രീകരിച്ചുകൊണ്ട് എല്ലാ താലൂക്കുകളിലും രണ്ട് ഹോസ്പിറ്റൽ വീതം നമുക്ക് എംപാനൽ ചെയ്യിപ്പിക്കാൻ ഹോസ്പിറ്റൽ അതോറിറ്റി അവരുടെ MD അല്ലെങ്കിൽ CEO അവർ നമുക്ക് ലെറ്റർ തന്നിട്ടുണ്ട്. അപ്പോൾ ആ ലെറ്ററും കൂടെയാണ് നമ്മൾ മെമ്മോറണ്ടം സമർപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മുമ്പിൽ ഇപ്പോൾ CGHSന്റെ 3 മിനിസ്ട്രിയാണ് ഈ CGHS എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഞാൻ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറയാൻ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയുന്ന ആൾക്കാരായിരിക്കും. എന്നിരുന്നാലും ഞാൻ എന്നെ അത് കാര്യം എന്തുകൊണ്ടാണ് പെട്ടെന്ന് വരാത്തത് എന്ന് എന്നോട് ഒരുപാട് ചോദിക്കാറുണ്ടായി. നമുക്ക് എന്താ ഗുണം ഈ പെൻഷനേഴ്സ് ഫോറത്തിൽ വന്നിട്ട് എന്താണ് ഗുണം? പെൻഷനേഴ്സ് ഫോറത്തിൽ വന്നിട്ട് നമുക്ക് CGHS ഉണ്ടാക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. നമ്മൾ ഈ 60 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആൾക്കാരും അല്ലാത്തവരും ഉണ്ട്. അപ്പോൾ CGHS കൊണ്ടുവരാൻ ഒരു കൂട്ടായ പരിശ്രമം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് കൃത്യമായി ഞാൻ നിങ്ങളെ പറയാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ജോർജ് കുര്യൻ സാറ് ഇപ്പോൾ പറഞ്ഞത് 3ാമത്തെ പ്രാവശ്യം അദ്ദേഹത്തെ സമീപിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞാൻ എന്തായാലും ഇരുന്നാലും ഇരുന്നില്ലെങ്കിലും നിങ്ങൾക്ക് വേണ്ടി പാലക്കാട് ഒരു CGHS വെൽനസ് സെന്റർ ചെയ്യാൻ വേണ്ടി JP നഡ്ഡ സാറുമായി തീർച്ചയായിട്ടും ഞാൻ സംസാരിച്ച് നിങ്ങൾക്ക് ചെയ്തു തരാം എന്ന് അദ്ദേഹം ഒരു ഉറപ്പുകൂടെ പറഞ്ഞിട്ടുണ്ടായി. ജില്ലാ പ്രസിഡന്റ് പ്രദീപ് കുമാർ അധ്യക്ഷനായി. ചടങ്ങിൽ T. രവീന്ദ്രൻ, K. കുഞ്ഞുകുട്ടൻ, രാമൻകുട്ടി എന്നിവർ സംസാരിച്ചു. 1 റാങ്ക് 1 പെൻഷൻ പദ്ധതി അർദ്ധസൈനികർക്കും അനുവദിക്കണമെന്നും സെൻട്രൽ പോലീസ് ക്യാന്റീനിലെ സാധനങ്ങൾക്ക് GST ഒഴിവാക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു. UTV ന്യൂസ്, പാലക്കാട്.